വിയർക്കുന്നത് നല്ലതാണോ? വിയർക്കുന്നത് വഴി ശരീരത്തിലെ കൊഴുപ്പെല്ലാം കുറയുമോ? വിയർക്കുമ്പോൾ ശരീരത്തിലെ അഴുക്കെല്ലാം പുറത്തു പോകുമോ? ചുട്ടുപൊള്ളുന്ന ഈ ഒരു സമയത്ത് വിയർപ്പിനെ കുറിച്ച് കുറച്ച് രസകരമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. വിയർപ്പിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ചൂടായിരിക്കുന്ന ശരീരത്തിനെ തണുപ്പിക്കുക എന്നുള്ളതാണ്. തെർമോ റെഗുലേഷൻ എന്ന് പറയും. വിയർപ്പ് തൊലിപ്പുറത്ത് നിന്നും ആവിയായി പോകുമ്പോൾ ചർമ്മത്തിനൊരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നു എന്നല്ലാതെ കൊഴുപ്പ് കുറയ്ക്കാനോ അഴുക്ക് കളയാനോ ഒന്നും പോണില്ല. മനുഷ്യ ശരീരത്തിൽ ഏകദേശം 4 മില്യൺ വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു: എക്രൈൻ, അപ്പോക്രൈൻ. ഒന്നാമത്തെ തരം വിയർപ്പ് ഗ്രന്ഥി എന്ന് പറയുന്നത് എക്രൈൻ ആണ്. ശരീരമാസകലം ഇത് കാണുന്നു. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൈവെള്ളയിലും കാൽപാദത്തിലും നെറ്റിയിലുമാണ്. ഇവരുടെ വിയർപ്പ് വെള്ളം പോലെയാണ്, ദുർഗന്ധം തീരെയില്ല. ശരീരം തണുപ്പിക്കലാണ് പ്രധാന ജോലി. ഇവിടെ ഒരു കാര്യം പറയാതെ വയ്യ. ആയുർവേദ പ്രകാരം ഒരാൾ വ്യായാമം തുടങ്ങിയാൽ നിർത്തേണ്ട സമയം എന്ന് പറയുന്നത് തൻ്റെ നെറ്റിയിലൂടെ വിയർപ്പ് ഒഴുകുമ്പോഴാണെന്ന് പറയുന്നു. അന്നത്തെ ആചാര്യന്മാർക്ക് അറിയാമായിരുന്നു നെറ്റിയിലെ വിയർപ്പ് ഗ്രന്ഥികൾക്ക് പ്രത്യേകതയുണ്ട് എന്നുള്ളത്. എന്തായാലും രണ്ടാമത്തെ വിയർപ്പ് ഗ്രന്ഥിയാണ് അപ്പോക്രൈൻ എന്ന് പറയുന്നത്. അപ്പോക്രൈൻ വിയർപ്പ് ഗ്രന്ഥികൾ അങ്ങനെ എല്ലായിടത്തും ഇല്ല. ആകപ്പാടുള്ളതെന്ന് പറയുന്നത് കക്ഷത്തും ഗുഹ്യഭാഗത്തും നിപ്പിളിന് ചുറ്റും മാത്രമാണ്. ഇവരുടെ വിയർപ്പ് എന്ന് പറയുന്നത് വെള്ളം പോലെയല്ല, അത്യാവശ്യം കട്ടിയുണ്ട്. അതിൽ പ്രോട്ടീനും ഉണ്ടാവും, ഫാറ്റും ഉണ്ടാവും. ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ യാതൊരുവിധ ഗന്ധവുമില്ല. എന്നിരുന്നാലും ആ സ്ഥലങ്ങളിൽ ബാക്ടീരിയ കൂടുതലുള്ളത് കാരണം, ബാക്ടീരിയൽ ആക്ഷൻ കാരണം ഇതിനൊരു ഗന്ധമുണ്ടാവുന്നുണ്ട്. ഇതാണ് ഒരു വ്യക്തിയുടെ ബോഡി ഓഡർ എന്ന് പറയുന്നത്. ഇത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോക്രൈൻ ഗ്രന്ഥികൾ ആക്ടിവേറ്റ് ആകുന്നത് പ്രായപൂർത്തിയായതിന് ശേഷമായിരിക്കും. ശരീരം തണുപ്പിക്കലല്ല ഇവരുടെ ജോലി. ശരീരം ചൂടാവാതെയും വിയർക്കാം. ഉദാഹരണം, ഭയമുണ്ടാകുമ്പോൾ, വെപ്രാളം, പനി, വയറ് നിറച്ച് എരിവുള്ള ഭക്ഷണം കഴിക്കുക, അറ്റാക്ക് വരുന്നതിന് മുമ്പും ഒക്കെ തന്നെ വിയർക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിയർക്കുമ്പോൾ ജലം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, സോൾട്ടും നഷ്ടപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് സോഡിയമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. നന്നായി ഒന്ന് വിയർത്തതിൻ്റെ തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ കാലുകളിലെ മസിൽസ് പിടിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അമിതമായി വിയർത്ത് കഴിഞ്ഞാൽ മസിൽ ക്രാംസ് ഉണ്ടാവാം. കൂടുതലും കണ്ടുവരുന്നത് കാഫ് മസിൽസിലാണ്. അത് കഴിഞ്ഞാൽ തുട മസിലുകൾ. എന്നിരുന്നാലും കഴുത്ത് വേദനയും നടുവേദനയും ഒക്കെ തന്നെ ഉണ്ടാവാം. ചെറിയ രീതിയിലുള്ള വിയർപ്പല്ല. എന്നിരുന്നാലും വിയർത്തം ഒഴുകുന്നു എന്ന് പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ORS ഇട്ട് വെള്ളം കുടിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ മോരും വെള്ളത്തിനകത്തൊരു അല്പം ഉപ്പ് ചേർത്ത് കുടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇളനീര് കുടിക്കാം. ഇങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോയ സോൾട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറയാം, അമിതമായി വിയർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി 1/4 ലിറ്റർ വെള്ളം ഉടനടി കുടിക്കുന്നതും നല്ലതല്ല.